ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കക്ക പുഴയിൽ നിന്ന് കിട്ടുന്ന നല്ല ഒന്നാന്തരം കക്ക ഇറച്ചിയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് നന്നായിട്ട് പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുഴയിൽ നിന്ന് കക്ക വരുന്നവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഷോപ്പിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കക്കയും കൊണ്ട് പോകാണ്ടപ്പോൾ ഞാനിത് വാങ്ങിയതാണ്. അപ്പോൾ ഇത്ര കക്ക ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു കാഷ്ടമുണ്ട്. ആ കാഷ്ടം ഇങ്ങനെ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരും. കുട്ടികൾക്കൊക്കെ കൊടുക്കണമല്ലേ. ഇങ്ങനെ ഇതാക്കി കളയണം കേട്ടോ. കളയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ സാധനമുണ്ട്. അതിപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. പച്ച കളർ കണ്ട കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കാണ്. അപ്പോൾ നമ്മളിത് കളഞ്ഞില്ല. ഹോട്ടലിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ സാധനം ഒന്നും കളയില്ല, ഒരു മണ്ണ് കടിക്കും. ചെളിയാണിത്. അപ്പോൾ ഇത് വീട്ടിൽ വെക്കുമ്പോൾ നമ്മളിത് കളഞ്ഞിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകി നമുക്കിതൊന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. നമ്മൾ നല്ല അരക്കൊന്നും കൂടെ കഴുകണം കേട്ടോ. അരക്ക് കുറച്ചുകൂടെ വെളുത്ത് കക്കായിട്ട് വന്നതുണ്ടോ. ടീസ്പൂൺ അളവൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിനെടുക്കുന്നതാണ് 1 ടീസ്പൂൺ. നമുക്ക് ആവശ്യത്തിന് എരിവും പുളിയൊക്കെ നോക്കിയിട്ട് നമ്മൾ വെക്കുക, നമ്മളെ രുചിക്കനുസരിച്ച്. അപ്പോൾ ഇത് കുറവാണെങ്കിൽ കുറവ് കേട്ടോ. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. ഇച്ചിരി മഞ്ഞപ്പൊടി കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. ഒരു പൊടി ഉരുവ കേട്ടോ. കക്കക്ക് കുറച്ച് ഉപ്പ് ഉണ്ടാവും, എന്നാലും കുറച്ചും കൂടെ ഉപ്പ് ഇടണേ. നല്ലോണം ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ സംഭവം നല്ലോണം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മൂന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കോരി രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടാൽ ഭയങ്കര മൂടിയിട്ടാണ് കത്തിക്കണം കേട്ടോ. പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കക്കിറച്ചി റോസ്റ്റ് ചെയ്യാൻ. ഇനി നമ്മളിത് ഉള്ളി മുളകൊക്കെ ഇട്ട് നല്ലൊന്ന് മൊരിച്ചെടുക്കാൻ പോവുകയാണ്. വറുത്തതാണ്, അതുകൊണ്ട് കുറേ റിസ്ക് ഇല്ല. അപ്പോൾ നമ്മുടെ ചതച്ചതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സാധനമൊന്നും നല്ല മുരിഞ്ഞ് വരണം. അപ്പോൾ ഓക്കെ, നമ്മളത് കുറച്ച് ഗരം മസാല കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കക്ക ഇടുകയാണ്. വെളിച്ചെണ്ണ അപ്പോൾ കുറച്ച് ഒഴിച്ചുള്ളൂ, കാരണം ഇത് അപ്പോൾ നമ്മുടെ കക്കിറച്ചി റോസ്റ്റ് സെറ്റായി. ഇതും കൂട്ടി നന്നായിട്ട് ചോറ് തിന്നാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് പൊളി ടേസ്റ്റ്, പൊളി.